ടോക്ലിസിന്റെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രസിദ്ധമായ എക്കാലത്തെയും ലോകശ്രദ്ധ നേടിയ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന എല്ലോറ കേവിന്റെ മണ്ണിലോട്ടാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കേട്ടോ. ഔറംഗാബാദിൽ നിന്നും 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എല്ലോറ കേവിന്റെ എൻട്രൻസിലോട്ട് കയറിച്ചെന്നതും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് 40 രൂപയാണ് എൻട്രൻസ് ഫീ. പിന്നെ ചൊവ്വാഴ്ച അവധിയാണെന്നും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഒഫീഷ്യൽ ഗൈഡ് വേണമെന്നുള്ളവർക്ക് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തുള്ള ഓഫീസിൽ നിന്നും ലഭ്യമാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്രയും മനോഹരമായി ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കേവ് നമ്പർ 16 ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വായിച്ചു നോക്കേണ്ടവർക്ക് വായിച്ചു നോക്കാം. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് എല്ലോറ കേവിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ തരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈലാസനാഥ് കേവിന്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി ഏകദേശം 34 കേവ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ എല്ലോറയിൽ ടോട്ടലായിട്ട് 34 കേവ്സ് ആണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ല് നിർമ്മിതികളിലെ ഏറ്റവും പ്രസിദ്ധമായ കൈലാസ ക്ഷേത്രം, അതായത് 16ാമത്തെ കേവിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ദേവപ്രതിമകൾ കാണാൻ സാധിക്കും. കയറിച്ചെന്നതും ഈ കാണുന്ന പ്രതിമയാണ് കാണാൻ സാധിക്കുക. ഈ ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലായി ഒരേ രൂപത്തിലുള്ള സ്തംഭങ്ങളും കാണാം. അതുപോലെ തന്നെ ഈ കാണുന്ന ആനകളും. പക്ഷേ തുമ്പിക്കൈയും കൊമ്പുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബസാൾട്ട് ഇനത്തിൽപ്പെടുന്ന ഈ കാണുന്ന പാറ മേലേന്ന് തുരന്നിട്ടാണ് ഇത്രയും വലിയ ക്ഷേത്രം ഇവിടെ പണി കഴിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നാച്ചുറൽ കളേഴ്സിന്റെ സഹായത്താൽ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിൽ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. ക്ഷേത്രത്തിലെ പുറഭാഗങ്ങളിൽ മഹാഭാരതത്തിലെ ഓരോ ഭാഗങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട്. ഈ 16ാമത്തെ കേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ കേവിന്റെ ഉള്ളിലോട്ട് പിന്നെയും ചെത്തിയെടുത്തിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഓരോ കൊത്തുപണികളും ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുത്തിട്ടുണ്ടാവും അല്ലേ? ഈ വഴിയിലൂടെ നടന്നാൽ ആന, സിംഹം, ആട് തുടങ്ങിയവയുടെ ശില്പങ്ങളും കാണാം. ഈ എല്ലോറ കേവ്സിന്റെ 34 കേവ്സത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 16ാമത്തെ കേവാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ഓവറോൾ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ എല്ലാ സൈഡ്സിലുമാണ് പില്ലേഴ്സ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് സെൻറ്ററിൽ നമ്മുടെ കൈലാസ ടെമ്പിൾ വരുന്നുണ്ട്. കൈലാസ ക്ഷേത്രത്തിലേക്ക് പോകാനായി ഈ കാണുന്ന പാറ കൊത്തിയെടുത്തുണ്ടാക്കിയ സ്റ്റെയർ കേസിലൂടെ മേലോട്ട് കയറണം. ഉള്ളിലേക്ക് കയറി ചെന്നാൽ കൊത്തിമിനുക്കിയെടുത്ത നിരവധി തൂണുകളും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗവും കാണാം. ഇവിടെ നിന്ന് കൊത്തിയെടുത്ത ടണ്ണ് കണക്കിന് കല്ലുകൾ ഇന്നേ വരെ ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. ആ കല്ലുകൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇനിയും നാം ഏറെക്കുറെ വർഷങ്ങൾ സഞ്ചരിക്കണമെന്ന് മാത്രം അറിയാം. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഫ്രെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പിക്കും കൂടിയാണ്. ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുമോ? കാരണം വേറൊന്നുമല്ല, നമ്മുടെ 20 രൂപയുടെ നോട്ടിൽ കാണുന്ന ഈ പിന്നിൽ കാണുന്ന ഈ ഫോട്ടോൻ്റെ ഒറിജിനൽ ലൊക്കേഷനാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലോറ കേവിന്റെ 1 തൊട്ട് 12 വരെയുള്ള കേവുകളിൽ ബുദ്ധമതക്കാരുടേതും അതുപോലെ തന്നെ 13 തൊട്ട് 29 വരെയുള്ള കേവുകൾ ഹിന്ദു മതക്കാരുടേതും 30 തൊട്ട് 34 വരെയുള്ളത് ജൈനക്ഷേത്രങ്ങളുമാണ്. ഓരോ നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ചില കേവുകളിൽ താഴത്തേക്കുള്ള അറകളും കാണാം. ഓരോ കേവിന്റെ തൂണുകളും പല ഡിസൈനുകളിലായിട്ടാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഓരോ ശില്പങ്ങളും തകർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മനോഹാരിത ഇപ്പോഴും നഷ്ടപ്പെടാതെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഒരു വലിയ മലയുടെ ഓരോ ഭാഗങ്ങളിലായിട്ടാണ് പല കേവുകളും സ്ഥിതി ചെയ്യുന്നത്. ഓരോ കേവുകളിലും ഓരോ പ്രതിഷ്ഠയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രണോട്ടനെ തൃശ്ശൂരുകാരനാട്ടോ. അപ്പോൾ ആ കുതിരാൻതുറങ്ങി എത്ര വർഷങ്ങൾ കൊണ്ടാണ് ഈ പണി കഴിച്ചത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇത്രയും മനോഹരമായിട്ട് പണി കഴിക്കണമെങ്കിൽ എത്ര വർഷം എടുത്തിട്ടുണ്ടാവും അല്ലേ? അതായത് ഏകദേശം ഒരുപാട് കലാകാരന്മാർ ഒരേ മനസ്സോടുകൂടി 18 വർഷങ്ങൾ കൊണ്ട് പണി തീർത്തു എന്നാണ് കഥകൾ പറയുന്നത്. ശരിയാ. അത് മാത്രമല്ല, ഈ ഒരു വലിയൊരു മലയുടെ മുകളിൽ നിന്ന് അടിയിലേക്ക് പറന്ന് വന്നിട്ടാണ്
ഈ ഒരു വലിയൊരു മഹാസൃഷ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കാരണം മേലെന്ന് താഴോട്ട് പണിതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ഈ കേവിൻ്റെ. നൂറ്റാണ്ട് പഴക്കമുള്ള ഓരോ കഥകളും ശില്പങ്ങളിലൂടെ കാണിച്ചു തന്ന എല്ലോറ കേവിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു.